നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 19 വെള്ളിയാഴ്ചയാണ്. ഇന്നലെ ചെറിയ നെഗറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തതെങ്കിലും തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും ഇടിവിൽ തന്നെയാണ് ഇന്ത്യൻ വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും കൂടാതെ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ വ്യൂസും എല്ലാം നമുക്ക് നോക്കാം. അതിനു മുന്നേയായി ആരെങ്കിലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം വരുന്നത്. AI അധിഷ്ഠിത പ്രൊജക്റ്റുകൾക്കുള്ള ശക്തമായിട്ടുള്ള ഡിമാൻഡ് കാരണം ആക്സെഞ്ചറിന്റെ 1ാം പാദത്തിലെ വരുമാനം എസ്റ്റിമേറ്റുകളെ മറികടന്നു. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിലെ വരുമാനം $18.74 ബില്യൺ ഉയർന്നു. ഇത് 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിലെ $17.6 ബില്യൺ നിന്ന് ഉയർന്നു. പുതിയ ബുക്കിംഗുകൾ 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിലെ $21.3 ബില്യൺ നിന്ന് $20.9 ബില്യൺ നേരിയ തോതിൽ കുറയുകയുണ്ടായി. എന്നാൽ AI ബുക്കിംഗിൽ 1.8 ബില്യണിൽ നിന്ന് 2.2 ബില്യൺ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ജനുവരിയിൽ ആരംഭിക്കാനിരിക്കുന്ന 3ാം പാദത്തിലെ 2026 വർഷത്തെ ഫല സീസണ് മുന്നോടിയായി ഇന്ത്യൻ IT സ്ഥാപനങ്ങൾക്ക് മികച്ച ഒരു പ്രകടനമാവും ഇതുവഴി സാധ്യതയുള്ളത് എന്നാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ IT കമ്പനികൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വാർത്തയാണെന്ന് പറഞ്ഞു. എത്തരത്തിലാണ് അത് ഗുണം ചെയ്യുക എന്ന് നോക്കാം. ആക്സെഞ്ചറിന്റെ ശക്തമായിട്ടുള്ള ഫലങ്ങൾ ആഗോള IT ചെലവ് മെച്ചപ്പെടുന്നതായി സൂചിപ്പിക്കുന്നു. ഇത് TCS, ഇൻഫോസിസ്, വിപ്രോ, HCL ടെക്നോളജീസ് പോലുള്ള ഇന്ത്യൻ IT സ്ഥാപനങ്ങളുടെ വരുമാന വളർച്ചയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു വാർത്തയെ തുടർന്ന് ഇന്നലെ ഇൻഫോസിസ് US ADRൽ ഏകദേശം 5% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, മാരുതി സുസുക്കിയും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ജനുവരിയിൽ പുതിയ കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല എന്ന വാർത്ത വരുന്നു. മത്സരാധിഷ്ഠിത വാഹന വിപണിയിൽ ഡിമാൻഡിനെ പിന്തുണയ്ക്കുകയും വിപണി വിഹിതം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ഫ്യൂച്ചർ പ്രൈസ് ഹൈക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ മറ്റ് ചില ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹോണ്ട, ഹുണ്ടായി, സ്കോഡ തുടങ്ങിയ ബ്രാൻഡുകൾ 2 മുതൽ 3% വരെ അവരുടെ പ്രൈസിൽ വർധനവുണ്ടാകും എന്ന് അറിയിച്ചിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, ഇന്ത്യയും ഒമാനും CEPA അതായത് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. 2026 1ാം പാദത്തോടെ ഇത് പ്രാബല്യത്തിൽ വരും. ഇന്ത്യയുടെ ഒമാനിലേക്കുള്ള കയറ്റുമതിയുടെ 98%നും സീറോ ഡ്യൂട്ടി ആക്സസ് ലഭിക്കും. ഇത് കയറ്റുമതി മൂല്യത്തിന്റെ 99% വരും. ഇതിൽ തന്നെ നമുക്ക് അറിയേണ്ടത് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെക്ടറുകളാണ്. കൃഷി, തുണിത്തരങ്ങൾ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, കെമിക്കൽസ്, ഓട്ടോമൊബൈൽസ്, മരുന്നുകൾ തുടങ്ങിയ സെക്ടറുകൾക്കൊക്കെ ഇതിന്റെ ഗുണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒമാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ 50% വർദ്ധിച്ചേക്കാം എന്നും ഈ വാർത്ത സൂചിപ്പിക്കുന്നു. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക്. ആദ്യം US മാർക്കറ്റുകൾ. ഇന്നലെ US മാർക്കറ്റുകൾ ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പണപ്പെരുപ്പ ഡാറ്റ പ്രതീക്ഷിച്ചതിലും സോഫ്റ്റ് ആയതുകൊണ്ടാണ് വ്യാഴാഴ്ച US ഓഹരി വിപണികൾ ഉയർന്നു ക്ലോസ് ചെയ്യുന്നത്. ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കാം എന്നുള്ള പ്രതീക്ഷകൾ വർദ്ധിക്കുകയും ചെയ്തു. കൂടാതെ കമ്പനി ശക്തമായ പ്രവചനം നിലനിർത്തിയതിനെ തുടർന്ന് മൈക്രോൺ ഓഹരികൾ കുത്തനെ ഉയർന്നു. AI ബന്ധപ്പെട്ട ചിപ്പ് ഓഹരികൾ ഇതോടെ നേട്ടമുണ്ടാക്കി. ഏതായാലും ട്രേഡേഴ്സിന്റെ അഭിപ്രായ പ്രകാരം CME ഫെഡ് വാച്ച് ടൂൾ സൂചിപ്പിക്കുന്നത് ഇനി വരാനിരിക്കുന്ന മാർച്ച് മീറ്റിംഗിൽ 58% ഒരു ഡോവിഷ് സ്പീച്ചിനുള്ള സാധ്യതകളാണ് അവർ കാണുന്നത്. ഏതായാലും ഇന്നലെ IT സെക്ടർ തന്നെയായിരുന്നു അവിടെ ഫോക്കസിൽ ഉണ്ടായിരുന്നത്. നാസ്ഡാക്ക് ആണ് അവിടെ കൂടുതൽ നേട്ടവും ഉണ്ടാക്കിയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 0.24% നേട്ടത്തിലും വിപ്രോ 0.18% നേട്ടത്തിലും HDFC ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ക്ലോസ് ചെയ്തപ്പോൾ ഡോക്ടർ റെഡ്ഡിയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കടന്നുപോയത്. കാരണം യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുകൾ പുറത്തു വന്നു. ECB ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുത്തിയില്ല. പക്ഷേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിരിക്കുന്നു. 4% നിന്ന് 3.75% കുറച്ചു. ഇതിന്റെ പ്രതിഫലനമായിട്ട് ഇന്നലെ യൂറോപ്യൻ വിപണികളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.97% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.43% നേട്ടത്തിലാണുള്ളത്. ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കുക ജപ്പാൻ മാർക്കറ്റാണ്. കാരണം ബാങ്ക് ഓഫ് ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇന്നാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ സമയം 6:40 ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം
65 മുതൽ 70 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക് വരാം. ഇന്നലെ പുറത്തു വന്ന US CPI ഡാറ്റയ്ക്ക് ശേഷം ഗോൾഡ് പ്രൈസുകളിൽ ചെറിയ ഇടിവ് കണ്ടു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 98,880 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ് കോയിൻ ഇപ്പോഴും $85,000 തന്നെ ട്രേഡ് ചെയ്യുന്നു. ഇനി ക്രൂഡ് ഓയിലിലേക്ക് വന്നാൽ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇന്നലെ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 0.23% ഉയർന്നു. WTI 0.38% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. അതിനു മുന്നേയായി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 3 മാസത്തേക്ക് വെറും 1,299 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. സ്പെഷ്യലായിട്ട് 55% ഡിസ്കൗണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നൽകുന്നത്. ഇനി ബിഗിനേഴ്സിന് കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യലി പുതിയ ഒരു പ്ലേലിസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇത് കാണാവുന്നതാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം HCL ടെക്നോളജീസ്. HPEയുടെ ടെലികോം സൊല്യൂഷൻസ് ബിസിനസ് $160 മില്യൺ കമ്പനി അതായത് HCL ടെക്നോളജീസ് വാങ്ങുന്നു. ഇത് HCL ടെക്നോളജീസിൻ്റെ ബിസിനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. അടുത്ത് ആംബർ എൻ്റർപ്രൈസസ് ആണ്. പഞ്ചാബിലെ HVAC R&D കേന്ദ്രം വികസിപ്പിക്കുന്നതിന് 500 കോടി രൂപ കമ്പനി നിക്ഷേപിക്കും. പുതിയതും മികച്ചതുമായ AC അനുബന്ധ ഉൽപ്പന്നങ്ങൾക്ക് ആണ് കമ്പനി ഇതിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത ഭാരതി എയർടെലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 2026 ജനുവരി 1 മുതൽ മാനേജ്മെന്റിന്റെ പുനഃസംഘടന നടത്തും എന്ന് ബോർഡ് അറിയിച്ചിരിക്കുന്നു. അതിൽ പുതിയ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ, CEO, CFO തുടങ്ങിയ റോളുകളെല്ലാം പുനഃസംഘടനയിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ പാർഷ്യലി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എയർടെൽ ഒരു ഓഹരിക്ക് 401.25 കോൾ മണിയും പ്രഖ്യാപിച്ചു. റെക്കോർഡ് തീയതി ഫെബ്രുവരി 6 ആണ്. അടുത്ത GPT ഇൻഫ്ര പ്രൊജക്ട്സ് ആണ്. മുംബൈയിൽ 1,804 കോടി രൂപയുടെ ഫ്ലൈ ഓവർ പദ്ധതിയുടെ JV കമ്പനി നേടിയിരിക്കുന്നു. ഈ ജോയിന്റ് വെഞ്ചറിൽ GPTയുടെ വിഹിതം ഏകദേശം 469 കോടി രൂപയാണ്. കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു ഓർഡർ തന്നെയാണ് കമ്പനി ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് BPCL മഹാരാഷ്ട്രയിലെ കൽക്കരി വാതവൽക്കരണ പദ്ധതിയുമായി കോൾ ഇന്ത്യയുമായി ഒരു ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിച്ചു. ഇനി F&O സെഗ്മെന്റിലേക്ക് ഡിസംബർ 31 പ്രവേശിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് പറയാം. ബജാജ് ഹോൾഡിംഗ്സ്, പ്രീമിയർ എനർജീസ്, സ്വിഗ്ഗി, വാരി എനർജീസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഡിസംബർ 31 F&O സെഗ്മെന്റിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരിക്കും. അടുത്ത നീരജ് സിമന്റ് എന്ന സ്റ്റോക്കാണ്. ഗോവയിൽ മോർത്തിൽ നിന്ന് 322 കോടി രൂപയുടെ ഹൈവേ പ്രോജക്റ്റ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും FIS ബൈങ്ങിൽ തന്നെയായിരുന്നു. 596 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്തത്. DIs ആവട്ടെ 2,700 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. 25,816 3 പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്യാൻഡിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗണിലാണ് ഇന്നലെ ക്യാൻഡിൽ ആരംഭിക്കുന്നത്. അതിനുശേഷം നല്ലൊരു റിക്കവറി നമുക്ക് അപ്സൈഡിൽ ലഭിച്ചു. ഒരു 12:30-1 മണിയോടുകൂടി നമ്മുടെ നിഫ്റ്റി ഇടിയാൻ തുടങ്ങി. ഒടുവിൽ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ച ഒരു ക്യാൻഡിലാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ 50-day EMAയിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. ഇനി ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലെ ഈ സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതാവുക. ഇനി ഒരുപക്ഷെ ഒരു റിവേഴ്സൽ വരികയാണെങ്കിൽ അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് റീസെന്റ് സ്വിംഗ് ഹൈ ആയിട്ടുള്ള 26,050 ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ദിവസവും ലോവർ ഹൈ ലോവർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇന്നലത്തെ ലോ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 25,726 ആണ് ഇന്നലത്തെ ലോ ആയിട്ട് വരുന്നത്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,900-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,800-ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,913 14 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നലത്തെ ക്യാൻഡിൽ ഒരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിലായിരുന്നു. അതായത് ക്യാൻഡിലും ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ഒരു ക്യാൻഡിലായിരുന്നു ഇത്. ബാങ്ക് നിഫ്റ്റിക്ക് 20-day EMAയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ ഇന്നലെ സാധിച്ചില്ല. 59,083-ലാണ് 20-day EMA ഉള്ളത്. ഇന്നലത്തെ ഹാമർ ക്യാൻഡിലിന്റെ ലോ എന്ന് പറയുന്നത് 58,712 ആണ്.
അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ സൈഡിൽ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സപ്പോർട്ട് ഏരിയ ഉള്ളത് 58,598 നിഫ്റ്റിയെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.